ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമുക്ക് സാധാരണ ബാത്റൂമുകളിൽ സംഭവിക്കുന്ന ഒരു കംപ്ലയിൻ്റ് ആണ്. അത് എങ്ങനെയാണ് വരുന്നത്, എങ്ങനെ ഒഴിവാക്കാമെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോയുടെ നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം ഈ ബാത്റൂമിൻ്റെ പ്ലംബിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ കൊടുത്തിരിക്കുന്നുണ്ടോ ടാപ്പിൻ്റെ ഓപ്ഷൻസ്, ടാപ്പിൻ്റെ ഏരിയകൾ, ഡൈവേർട്ടറിൻ്റെ ഏരിയകൾ, അത് തന്നെ നമ്മൾ ഷവറിൻ്റെ ഏരിയകൾ, ഈ ഏരിയകളെല്ലാം തന്നെ നന്നായിട്ട് സിമെൻറ്റ് ചെയ്യിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പരിക്കർ ഉപയോഗിച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതെന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മൾ ഈ പൈപ്പുകളൊന്നും ഇതൊന്നും കറക്റ്റായിട്ട് അടച്ചില്ലെങ്കിൽ, കറക്റ്റ് ക്ലിയർ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളിവിടെ ഈ പറയുന്ന മുകളിലിടുന്ന ഷവറും, റെയിൻ ഷവറും, അതുപോലെ തന്നെ ടാപ്പുകളും കാര്യങ്ങളും ഇടുന്ന സമയത്ത് ആ ഭാഗത്ത് ഇളകാനുള്ള ചാൻസ് കൂടുതലാണ്. അത് ശരിക്കും മെയിൻ്റനൻസ് നമ്മൾ പോകുന്ന സമയത്താണ് നമുക്ക് എഫക്റ്റ് ചെയ്യുക. കാരണം വർഷങ്ങൾ കഴിയുന്ന സമയത്താണെങ്കിലും പുതിയ വീടാണെങ്കിലും ആ ടാപ്പ് ഇടുന്ന ഓപ്ഷൻ ഭയങ്കര ഷെയ്ക്കായിരിക്കും. അങ്ങനെ ഷെയ്ക്ക് ചെയ്ത് പതുക്കെ ലീക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ടൈലിൻ്റെ ഉള്ളിൽ കിടന്നിട്ടായിരിക്കും ഷെയ്ക്ക് വരുന്നത്. അപ്പോൾ ഇതെന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലംബിങ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പറയുന്ന പോയിന്റുകളെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് പരിക്കനിട്ടിട്ട് വേണം പോകാനായിട്ട്. ടൈറ്റ് ചെയ്ത് ഉറപ്പിക്കണം. അതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളത് ഉറപ്പിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. നമ്മൾ ടൈലിൽ വർക്കിന് വരുന്ന ആളുകളെല്ലാം തന്നെ ജസ്റ്റ് അതിൻ്റെ പൊഴി മാത്രം അടച്ചു പോവുകയാണ് ചെയ്യുന്നത്. അടച്ചു പോകും, ഫ്രണ്ടിൽ അധികം ടൈറ്റ് ചെയ്യില്ല. അതായത് ഈ പറയുന്ന ഏരിയകളിലൊന്നും ടൈറ്റ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ടാപ്പുകളും ആംഗിൾ കോക്കും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ആടാനുള്ള ചാൻസ് കൂടുതലാണ്, ആടിക്കളിക്കും. അതുമാത്രമല്ല റെയിൻ ഷവറൊക്കെ ആണെങ്കിൽ ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് അതിൻ്റെയൊക്കെ പൊസിഷൻ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തൊക്കെ കാണാൻ സാധിക്കും. പിന്നെ ഡൈവേർട്ടർ ആണെങ്കിൽ ഇളകാനുള്ള ചാൻസ്, ഇങ്ങനെ ഇളക്കം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ പതുക്കെ അവിടെ നിന്ന് അതിൻ്റെ ആ പശയും കാര്യങ്ങളൊക്കെ വിടാനും ഭാവിയിൽ അവിടെ പതുക്കെ ലീക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ലീക്ക് നമ്മൾ പൊതുവെ അറിയില്ല, ബാത്റൂമിൻ്റെ അകത്തായതുകൊണ്ട് ഭിത്തിയുടെ പുറത്തേക്ക് നനവ് വരുമ്പോഴായിരിക്കും നമ്മൾ കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. അതുമാത്രമല്ല നമ്മൾ ടാപ്പ് മുറുക്കുന്നതിന് അനുസരിച്ചിട്ട് ആ പറയുന്ന ഉള്ളിൽ കിടക്കുന്ന ത്രെഡ് എൽബോ, മുക്കാൽക്കാരെ ത്രെഡ് എൽബോ പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് ടൈൽ അപ്പോൾ പതുക്കെ ബൾജ് ചെയ്ത് പൊളിഞ്ഞു പോകാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പൊഴി നമ്മൾ എല്ലാം ഈ അടയ്ക്കുന്ന പൊഴികളെല്ലാം തന്നെ മെയിൻ ഏരിയകൾ, ഡൈവേർട്ടറിൻ്റെ ഏരിയ, റെയിൻ ഷവറിൻ്റെ ഏരിയ, ആംഗിൾ കോക്ക് വരുന്ന ഏരിയ, ഈ ഏരിയകളെല്ലാം തന്നെ നല്ല ടൈറ്റ് ചെയ്ത് പരിക്കൻ ഉറപ്പിക്കണം. ഒന്നാമത്തെ കാര്യം, അങ്ങനെ പരിക്കൻ ചെയ്ത് ഉറപ്പിക്കുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ മെഷർമെൻറ്റ് വ്യത്യാസം വരില്ല. അത് കൂടാതെ തന്നെ കറക്റ്റായിട്ട് നമുക്ക് ടൈലിൻ്റെ ഒരു കനം ഉണ്ടാവും. അത് ത്രെഡ് എൽബോ നമുക്കൊരു ടൈലിൻ്റെ കനത്തിൽ വെച്ചിട്ട് വേണം പുറത്തേക്ക് വെച്ചിട്ടുണ്ടോ അത് ടൈറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഭാവിയിൽ ഇങ്ങനെ ഒരു ഇളക്കം വന്ന് അവിടെ ലീക്ക് വരുന്നതിനേക്കാൾ നല്ലത് പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് നല്ലൊരു ബാത്റൂമിൻ്റെ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് നീറ്റായിട്ട് നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ സാധിക്കും. അത് ഭാവിയിലേക്കാണെങ്കിൽ എന്നത്തേക്കാണ് എത്ര ലൈഫ് ലോങ് ആണെങ്കിലും അത് ഇളകാതെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.